ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. ഇന്ന് ഒരു കല്യാണത്തിന് പോയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. എൻ്റെ നെയ്ബറിൻ്റെ കല്യാണമായിരുന്നു. കല്യാണമൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ, നൈറ്റത്തെ റിസപ്ഷനാണ് ഞാൻ പോയത്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള പന്തൽ സെറ്റപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കണ്ടിട്ട് പിന്നെ കുഞ്ഞു വാവകളെയൊക്കെ കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട സമയം പോക്കാൻ. കല്യാണം കൂടാൻ എനിക്ക് പോകാൻ പറ്റിയില്ല, പക്ഷേ റിസോർട്ടിൽ വെച്ചിട്ടുള്ള നല്ല ക്ലാസ് കല്യാണമായിരുന്നു. നമ്മൾ ഹൃദയം സിനിമയിലൊക്കെ കാണുന്ന ഒരു കല്യാണ പന്തലില്ലേ, നല്ല ഓപ്പൺ കല്യാണ പന്തൽ, അതുപോലെയുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അമ്മയൊക്കെ പോയിട്ടുണ്ടായി, അതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർ വന്നിട്ട് പിന്നെ വാതോരാതെ ഇതിനുള്ള വർണ്ണനയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോവും വീഡിയോസൊക്കെ എടുത്തു. UAE-ലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയായിരുന്നു, എന്നാൽ ഞാനിനി നാട്ടിൽ പോയി ഒരു കല്യാണമൊക്കെ കൂടാം. പക്ഷെ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ എണ്ണാൻ പറ്റാത്ത അത്രയും കല്യാണം ഞാൻ കൂടി. ഇങ്ങനെയുള്ള കല്യാണത്തിനെല്ലാം കൂടുമ്പോഴാണ് നാട്ടുകാരെയും വീട്ടുകാരെയും ഒരു ഗെറ്റ് ടുഗദർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞിരുന്ന് നേരെ നമ്മളെ കാര്യപരിപാടിയിലേക്ക് കടന്നു. നമ്മുടെ ഭക്ഷണമാണല്ലോ മുഖ്യം. കല്യാണ വീട്ടിലെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. പക്ഷെ ഇപ്പൊ ബുഫേ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങ് മാറി. പാചകം ഒരു കല തന്നെയല്ലേ, അതുപോലെ കഴിവും വേണം. കല്യാണ വീട്ടിൽ ലൈവായിട്ട് ഒരു 6-7 അപ്പച്ചട്ടി ഒന്നിച്ച് വെച്ചിട്ട് ഒരാൾ വെള്ളപ്പം ചുടുന്നത് കണ്ട് എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണെന്നറിയാം അയാളത് മാനേജ് ചെയ്യുന്നത്. ഭയങ്കര കോൺഫിഡൻസ് വേണം ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കല്യാണ വീട്ടിൻ്റെ ആ ഒരു വൈബല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. പണ്ടല്ലെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പിന്നിൽ പോയി നിന്ന് ലൈനിൽ നിന്ന് സീറ്റ് പിടിക്കണം, ക്യാമറാമാൻ ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് വരുമ്പം നമ്മൾ ആക്ഷൻ കാണിക്കുന്നത് പോലെ ചവക്കണം. എന്തൊക്കെ പരിപാടികളായിരുന്നു. പഴയ കല്യാണ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം എന്തൊക്കെ കോപ്പറാട്ടികളാണ് നമ്മൾ കാണിച്ചു വെച്ചിട്ടുള്ളത്. കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ മെനു പ്യുവർ വെജിറ്റേറിയൻ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആടെ ഉണ്ടായിരുന്ന വെജ് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ട് തട്ടി. മെയിനായിട്ട് ഞാൻ എടുത്തത് വെള്ളയപ്പം, പത്തിരി, വെജ് കുറുമ, മസാല കറി, പിന്നെ കുറച്ച് വെജ് ബിരിയാണി. എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു. നോൺ വെജ് ഐറ്റംസിൽ ബിരിയാണിയും അതുപോലെ ചിക്കൻ കറിയും ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയും മുത്തമ്മയും ഏട്ടൻ്റെ ഭാര്യയെല്ലാം എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെനിക്കിതിൻ്റെ രുചിഭേദങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഞാൻ എടുത്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബോധിച്ചത് പത്തലും കുറുമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും മടിക്കാണ്ട് തന്നെ ഞാൻ രണ്ടാമതും ഒരു പത്തിരിയും കൂടി അകത്താക്കി. സ്വീറ്റ്സിൻ്റെ സെഷനിൽ പോയി നോക്കുമ്പോൾ ജിലേബിയും അതുപോലെ കുറച്ച് പായസമൊക്കെ ഉണ്ടായിരുന്നു. ഈയിടെയായി സ്വീറ്റ്സിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനധികം ഇൻട്രസ്റ്റ് കാണിച്ചില്ല. ലൈവായിട്ടായിരുന്നു ഈ ജിലേബി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. 1-2 ജിലേബി കഴിച്ചാലൊന്നും ഷുഗർ കൂടൂലപ്പാന്ന് പറഞ്ഞിട്ട് ഒരാൾ നടന്ന് 2-3 ജിലേബി അകത്താക്കുന്ന കണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ പറയാ ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി അവിടെ നിന്ന് കല്യാണ ചെക്കനും പെണ്ണിനും ഒക്കെ വിഷൊക്കെ കൊടുത്ത് നമ്മൾ മെല്ലനെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.